ഞാൻ രാവിലെ പൂജാമുറിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി കൊണ്ടുവച്ചിട്ട് ഇത് കഴിച്ചോളൂ ഭഗവാനെ എന്ന് പറഞ്ഞാൽ, അല്ല ഞാൻ എന്ത് ചിക്കൻ കറി കുഴപ്പം? ഇല്ല, അതുണ്ട്. ഞാൻ ചിരിച്ചിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണന് ബിരിയാണി കുഴിമന്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിവാദമൊക്കെ ഉണ്ടായൊരു സംഭവമാണ്. എന്ത് വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. ഞാൻ പാതി ദൈവം പാതി എന്ന് പറയാറില്ല. എന്നാൽ ഞാൻ പാതി ഈശ്വരൻ പാതി എന്ന് എവിടെയെങ്കിലും പറയാറില്ല. എല്ലാം ഒന്നാണെങ്കിൽ അങ്ങനെ മാറ്റി പറയണ്ടേ? എന്താ പറയാത്തത്? ഭഗവാൻ ദേവത, ഇതിന് രണ്ട് സങ്കല്പം. രണ്ടും സങ്കല്പം. എന്താണ് ഈ രണ്ടും തമ്മിൽ? ഭഗവാൻ എന്ന് പറയുമ്പോൾ ഈ ഭഗവാനെ ആവാഹിച്ചെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ പൂജാരിയാണോ വലിയ ആള്, അല്ല ഭഗവാനാണോ? ക്ഷേത്രത്തിൽ ആര് കയറണം, ആര് കയറണ്ട, ആര് കാണരുത്, ആര് കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് തന്ത്രിയുടെ അവകാശം. എൻ്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ കയറരുതെന്ന് ഞാൻ പറഞ്ഞാൽ കയറരുത്, കാരണം എൻ്റെ കുട്ടീനെ സ്ത്രീകൾ കാണണ്ട. ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആചാരം എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് എന്നിരുന്നത്. ഇപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ വെള്ളം കൊടുക്കും പറഞ്ഞിട്ട്, അതൊരു ആചാരമാണ്. പക്ഷെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് അനുഷ്ഠാനം. കല്ലിനെ വിഗ്രഹമാക്കി മാറ്റുന്ന പ്രൊസീജിയറാണ് പ്രാണപ്രതിഷ്ഠ. പ്രേമപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഈ കേരളം വിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പല ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിവിടെ ശ്രീകോവിലിനകത്ത് അല്ലെങ്കിൽ ശ്രീകോവിലിന് മുൻപിൽ ഒരു പരിധിക്കിപ്പുറത്ത് തന്നെ തൊഴാനൊക്കെ പറ്റും. പക്ഷേ അവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭഗവാനെ നേരിട്ട് തൊഴാം, ആ പ്രതിഷ്ഠയിൽ നേരിട്ട് അഭിഷേകം നടത്താം. അപ്പം ഞാനിത് എന്താണ് ഈ രണ്ട് സങ്കല്പങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് ഒരാളെടുത്ത് ചോദിച്ചു. പറഞ്ഞു, ഒന്ന് പ്രാണപ്രതിഷ്ഠയും മറ്റൊന്ന് പ്രേമപ്രതിഷ്ഠയും. എന്താണ് ഈ പ്രാണപ്രതിഷ്ഠ, എന്താണ് ഈ പ്രേമപ്രതിഷ്ഠ? ആദ്യം പറഞ്ഞ ഭാഗത്തിനൊരു കമന്റ് പറയാം. എന്തുകൊണ്ടാണ് കേരളത്തിലെ പൂജാവിധി ബാക്കി സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായതെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ നോർത്ത് ഇന്ത്യയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. കർണാടകയിൽ പോയാലും മൈസൂർ ചാമുണ്ഡി ക്ഷേത്രത്തിനകത്ത് കയറാം, ഗർഭഗൃഹത്തിൽ. ഓക്കെ, തിരക്കുള്ള ക്ഷേത്രമാണെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ ആവണം, അത്രയൊക്കെ ഉള്ളൂ. ഏത് ക്ഷേത്രത്തിലും, ആന്ധ്രാപ്രദേശിലും, ഞാൻ താമസിക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലുങ്കാനയൊക്കെയാണല്ലോ, അവിടെയൊക്കെ എല്ലായിടത്തും കയറാം, എന്നൊരു പ്രശ്നമൊന്നുമില്ല, ആർക്കും കയറാം. അവിടെ ബാർബർമാരും ബ്രാഹ്മണന്മാരാ. നായക് ബ്രാഹ്മൺ എന്നാണ് ബാർബർമാരുടെ പേര്. ഇപ്പോൾ ബ്രാഹ്മണന്മാർക്ക് കയറാമെങ്കിൽ ബാർബർക്കും കയറാമല്ലോ. അപ്പോൾ ഇതിലൊന്നും അർത്ഥമില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ കേരളം എന്തുകൊണ്ട് വിഭിന്നമായി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരാണ് ഇതിന് കാരണം. കേരളത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ചൊല്ലലുകളും മന്ത്രവും ജപവും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് കേരളത്തിൽ മാറാൻ കാരണം പൂജകളൊക്കെ നിന്നുപോയിരുന്നു ഇവിടെ കുറച്ചു കാലം. ജൈനമത, ബുദ്ധമതം നല്ലപോലെ പ്രാബല്യത്തിൽ വന്ന ഒരു സ്ഥലമാണ് കേരളം. പഴയ ക്ഷേത്രങ്ങളൊക്കെ ബുദ്ധമതം ഏറ്റെടുത്തിരുന്നു. ഇരിങ്ങാലക്കുടയിലാണ് എൻ്റെ വൈഫിൻ്റെ വീട്. അവിടെ ആ ക്ഷേത്രം അടക്കം ബുദ്ധമതത്തിൻ്റെ ആയിരുന്നു. നമ്മൾ വയനാട് പോയി കഴിഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ സ്ഥലങ്ങൾ കാണാം. വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. കാരണം ഒന്ന്, യാത്ര എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലം. അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെ. ഇവിടെ പൂജാരിമാരില്ലാത്തൊരു കാലം വന്നു. ആ സമയത്ത് ഇപ്പോൾ കേരളം ഇത്രയും വെറൈറ്റി ഓഫ് പൂജ ചെയ്യുന്ന ആൾക്കാരുള്ള സ്ഥലം കേരളം മാത്രം. ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ കുടിയേറി പാർത്തിട്ടുള്ള, ആന്ധ്രയിൽ നിന്നും ഒക്കെ ഇന്ന് ബംഗാളികളും പിന്നെ ആസാമീസൊക്കെ പണിക്ക് വരുന്നില്ലേ, അതുപോലെ പിടിച്ചോണ്ടെന്നു പൂജാരികൾ. ഒരു 300 years മുമ്പ്. ഈ 300 years മുമ്പ് ഇവിടെ തമിഴായിരുന്നില്ലേ? അല്ല, ഈ തമിഴ് മലയാളം എന്ന് പറയുന്ന രാജ്യം നമ്മളിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം നമ്മുടെ ആഘോഷമല്ല എന്ന് പറയണ്ടേ. മഹാബലിപുരം എന്ന് പറയുന്ന തമിഴ്നാടാണ്. അങ്ങനെ ഒരു ബോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല രാജാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരളം ഭരിച്ചിരിക്കുന്ന രാജാവ് എന്ന് പറയുന്നത് നമ്മൾ ട്രാവൻകൂർ രാജാവ് എന്നാണ് പറയാം. തിരുവിതാംകൂർ രാജാവ്. തിരുവിതാംകൂർ എവിടെയാണ്? അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. കന്യാകുമാരി ടു മാർത്താണ്ഡാണ്. അപ്പോൾ അതിപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ നമ്മളെ ഭരിച്ചിരുന്നത് തമിഴ്നാടുകാരായിരുന്നു, നമ്മൾ സമ്മതിക്കും. അപ്പോൾ ചെറിയ ചെറിയ രാജ്യഭാരങ്ങളുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ നാട് മലബാറൊക്കെയാണ്. അവിടെ ഒരു രാജാവും ഇല്ല, ഞങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ. കാരണം സാമൂതിരി, കോലാതിരി, അത് പിന്നെ ഇവിടെ വരെയുള്ളൂ കോഴിക്കോട്. കോഴിക്കോട് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് മലബാർ, കണ്ണൂരൊന്നും ആരും വരില്ല. കാസർഗോഡ് ആരാ ഭരിച്ചിരുന്നു എന്ന് പാരമ്പര്യം എടുത്ത് നോക്കിയാട്ടെ. ബേക്കൽ ഫോർട്ടിൻ്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ മുസ്ലിംസിൻ്റെ ഒരു കാലം മാത്രമേ കാണുള്ളൂ. കർണാടകയുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്, തമിഴ്നാടിൻ്റെ ഇൻഫ്ലുവൻസ് പാലക്കാടുണ്ട്. അതുപോലെ പലരും ഉണ്ടായിരുന്നൊരു കാലം. അത് കഴിഞ്ഞപ്പോൾ
ഇവരൊക്കെ ഒന്ന് യൂണിഫൈ ചെയ്തിട്ട് ഒരേ തരത്തിലുള്ള ഈ 5-6 രാജാക്കന്മാരുടെ, ഇപ്പം സാമൂതിരി മുതൽ തിരുവിതാംകൂർ രാജാവ് വരെയുള്ള അവർ ഭരിച്ചിരുന്ന രാജാവ് നേരിട്ട് ഭരിച്ചിരുന്ന ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു പൂജാവിധി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇനി മുതൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു, സ്റ്റാൻഡർഡൈസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാമം ചൊല്ലുമ്പോൾ പോലും സാധാരണഗതിയിൽ കുറേ പൂക്കൾ ഇട്ടിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന മന്ത്രങ്ങളാണ് വിചാരിക്കുക. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോദേവസ് അങ്ങനെ ചൊല്ലും. കേരളത്തിൽ അങ്ങനെ ചൊല്ലില്ല, വളരെ സ്ലോ ആയിട്ടാണ് പോവുക. കാരണം LKG പഠിക്കുന്നവർ വായിക്കുന്ന പോലെ വായിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം തന്നെ ഒരു പൂജ തുടങ്ങുമ്പോൾ ഓരോ സംഭവങ്ങൾ എടുത്തു വെക്കാനുള്ളതടക്കം ടെക്സ്ച്വലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇടത്ത് ഭാഗത്ത് നിന്ന് സാധനം വെക്കണം, വലത്ത് ഭാഗത്ത് നിന്ന് സാധനം വെക്കണം. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നവർ ഈ തുടക്കക്കാരാണ്. അങ്ങനെ പഠിപ്പിച്ചു. ഇത് ബ്രാഹ്മണർ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ബ്രാഹ്മണന്മാരെ മാത്രം. എന്നിട്ട് എങ്ങനെ പഠിപ്പിച്ചു, ഇപ്പം പൂ എടുക്കുക, അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സംഭവം വരെ ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ടിരിക്കാൻ ആ സമയം വരെ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായി? അപ്പം ചെല്ലുമ്പോൾ അത് സ്ലോ ആകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പൂ എടുക്കുക ഇവിടെ മാത്രം കേൾക്കുന്ന ഒരു ശൈലിയാണത്. മനസ്സിലായോ? അത് ഇത് തീരുന്നത് വരെ ആക്കാൻ വേണ്ടിയിട്ടാ. അത് കേരളത്തിന് പുറത്ത് ഇവിടെയും കേൾക്കില്ല. അപ്പോൾ നമ്മുടെ സാധാരണ ഈ പൂജാവിധികൾ എന്ന് പറയുന്നത് ഋഗ്വേദാണ് ഇതിൻ്റെ ടെക്സ്റ്റ്. അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയുന്നത് യജുർവേദാണ്. അപ്പോൾ യജുർവേദത്തിലാണ് പൂജ പഠിക്കുക. അപ്പോൾ യജുർവേദം കേരളത്തിൽ മാറ്റി എഴുതപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. റിച്വൽസിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ 2 സംഭവമുണ്ട്. ഒന്ന് ആചാരവും അനുഷ്ഠാനവും എന്നാണ്. ആചാരം എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് എന്നിടുന്നത്. ഇപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിൽ വെള്ളം കൊടുക്കും ഉടനെ, അതൊരു ആചാരമാണ്. നമ്മളിവിടെ എന്താ കൊടുക്കുക? ചായ കൊടുക്കുക. നമ്മുടെ ആചാരം മാറി, നമുക്കനുസരിച്ച് മാറ്റുന്നത് തന്നെയാണ് ആചാരം എന്ന് പറയുക. പക്ഷെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് അനുഷ്ഠാനം. ഗോട്ട് ഇറ്റ്? കുളിക്കുക എന്നുള്ളത് അനുഷ്ഠാനം. അത് കുളത്ത് കുളിക്കണോ ഷവറിൽ കുളിക്കണോ എന്നുള്ളത് ആചാരമാണ്. നോർത്തിലായാലും സൗത്തിലായാലും ലോകത്തിലെവിടെയായാലും, എന്തിനാ ഇന്ത്യയിലാക്കണേ, ലോകത്തിലെവിടെയായാലും ഒരു വിഗ്രഹത്തിൽ ഞാൻ ആവാഹനം ചെയ്ത്, ആവാഹനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയെ ഞാൻ ഏറ്റെടുത്ത് അതിനെ ന്യാസം ചെയ്ത് അത് ആ വിഗ്രഹത്തിലേക്ക് അർപ്പിച്ചിട്ട് വിഗ്രഹത്തിന്റെ കണ്ണ് തുറക്കുക എന്നാണ്. ഇന്ദ്രിയങ്ങൾ അതിന് ജീവൻ കൊടുക്കുക. നേത്രോന്മീലനം. അപ്പൊ കണ്ണടഞ്ഞു എന്ന് പറഞ്ഞാൽ ആള് ചത്തു എന്നാണല്ലോ അർത്ഥം. അപ്പൊ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവൻ കൊടുത്തു. അങ്ങനെ ഒരു ഞാൻ സങ്കല്പിക്കുന്ന ഒരു വിഗ്രഹത്തിന്, ഒരു കല്ലിനെ വിഗ്രഹമാക്കി മാറ്റുന്ന പ്രൊസീജിയറാണ്, കല്ലിനെ വിഗ്രഹമാക്കി മാറ്റുന്ന പ്രൊസീജിയറാണ് പ്രാണപ്രതിഷ്ഠ. പ്രേമപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഞാനൊരാളെ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചെടുക്കുന്നു. ഭഗവാനെ ഞാൻ സ്നേഹിക്കുന്നു, നാമം ചൊല്ലുന്നു, സഹസ്രനാമം ചൊല്ലുന്നു. അതിന് ഒരാളുടെ ആവശ്യമില്ല എനിക്ക്. ഏതൊരാളും ഭഗവാനെ 1000 പേര് വിളിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് പ്രേമപ്രതിഷ്ഠയാണ്. നാമം ചൊല്ലുമ്പോൾ പ്രേമപ്രതിഷ്ഠയാണ്. ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് ഞാൻ ചൊല്ലുമ്പോൾ കൃഷ്ണ എന്നെ കട്ടുകൊണ്ടുപോകണേ എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. ഭഗവാൻ കൃഷ്ണ ഹരേ എന്നെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ അത് പ്രേമം കൊണ്ട് പറയുന്നതാണ്. എന്നെ നിങ്ങൾ കൊണ്ടുപോകണമെന്നല്ലേ പറയണേ. ഭഗവാന്റെ നാമം 1000 പ്രാവശ്യം വിളിക്കുമ്പോൾ എൻ്റെ നല്ല മകനെ ഞാൻ പൊന്നെ ചക്കരെ തങ്കം എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ ഭഗവാനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണം? 1000 പ്രാവശ്യം. അങ്ങനെയാണ് ഈ സഹസ്രനാമങ്ങളൊക്കെ വന്നത്. എല്ലാ ഭക്തകവികളും മീര എന്ത് പ്രതിഷ്ഠയാണ് ചെയ്തത്? പ്രേമപ്രതിഷ്ഠയാണ്. അവിടെ പൂജാരിയുടെ ആവശ്യമില്ല, മന്ത്രത്തിൻ്റെ ആവശ്യമില്ല, തന്ത്രത്തിൻ്റെ ആവശ്യമില്ല, പ്രൊസീജിയർ ഇല്ല, അനുഷ്ഠാനമില്ല, ആചാരമില്ല, ഒന്നുമില്ല. ഞാൻ രാവിലെ പൂജാമുറിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി കൊണ്ടുവച്ചിട്ട് ഇത് കഴിച്ചോളൂ ഭഗവാനെ എന്ന് പറഞ്ഞാൽ അത് പ്രേമപ്രതിഷ്ഠയാണ്. കാരണം എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ കൊടുക്കുക. ആണോ അല്ലയോ? അല്ലേ? ഞാൻ എന്ത് ചിക്കൻ കറി നിങ്ങൾക്ക് കുഴപ്പം? അതുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. കളരിവാതിക്കൽ ക്ഷേത്രത്തിൽ ചിക്കനാണ്, കള്ളാണ് കൊടുക്കുന്നത് മുത്തപ്പന്. നമുക്ക് എന്താണോ ഇഷ്ടം. അതേ സമയത്ത് നമ്മൾ ഗുജറാത്തിൽ പോയാൽ ജിലേബിയാണ് കൊടുക്കുക, ആന്ധ്രയിൽ ലഡുവാണ് കൊടുക്കുക, ആസാമിലും ബംഗാളിലും ഒക്കെ മീനാണ് കൊടുക്കുക. ഞാൻ ചിരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണന് ബിരിയാണി കുഴിമന്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിവാദമൊക്കെ ഉണ്ടായത്. എന്ത് വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം, ആർക്കും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഒരു പ്രൊസീജിയറലായിട്ട്
അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതിനൊക്കെ അത് മിലിറ്ററിയുടെ അകത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പൂജാരി എന്നല്ല ചെയ്യുക, മിലിറ്ററിയുടെ ഡ്രസ്സ് ഇട്ടിട്ടാ പൂജയാണ്. EME സെൻറ്ററിൽ, ഹൈദരാബാദിൽ EME സെൻറ്ററിൽ എല്ലാ മിലിറ്ററി ഏരിയകളിലും അവരുടെ കണ്ടോൺമെൻറ്റിനകത്ത് ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ പൂജ ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠ എന്നുള്ള കൺസെപ്റ്റിലൊന്നുമല്ല. അയാൾ മന്ത്രം ചൊല്ലുന്നുണ്ടാവില്ല, ഒന്നും ചൊല്ലുന്നുണ്ടാവില്ല. അയാൾ ചിലപ്പം ഹേ ജഗദീശ എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുണ്ടാവുക. അപ്പം നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ബാബാജിയുടെ പ്രതിഷ്ഠ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാണപ്രതിഷ്ഠയാണ് നടത്തിയിട്ടുണ്ടാവുക, അല്ലേ? എങ്ങനെയാണ് ശങ്കരാചാര്യർ ഋഷികേശിലും ഹരിദ്വാറിലും ചെയ്തത്? നോർത്ത് ഇന്ത്യയിലല്ലേ? അപ്പൊ നോർത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നുള്ളൊരു ഒരു ഡിഫറൻസും ഇല്ല. ഞാനൊരു കാര്യം ചോദിച്ചത്, ഈ ഭഗവാൻ ദേവത, ഇതിന് രണ്ട് സങ്കല്പമാണ്. രണ്ടും സങ്കല്പം. എന്താണ് ഈ രണ്ടും തമ്മിൽ? ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ ആരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ സാധാരണ പറയുക വിഷ്ണുവാണ്, കാരണം ആക്ടിവിറ്റിയാണ് അവിടെ പ്രാധാന്യം. ഈശ്വരൻ എന്നുള്ള സങ്കല്പം പറയുമ്പോൾ ഈശ്വരൻ ആണ്, അത് ഒരു ശിവന്റെ സങ്കല്പമാണ്. അപ്പോൾ ഓരോ ദേവന്മാർക്കും നമ്മൾ വിളിക്കുന്ന പേരുകൾ അനുസരിച്ചിട്ട് വ്യത്യസ്തമായ കൺസെപ്ച്വൽ ആയിട്ടുള്ളൊരു മാറ്റമുണ്ട്. ദൈവം എന്ന് പറയുന്നത് ഇതൊന്നും അല്ലതാണ്. ഞാൻ പാതി ദൈവം പാതി എന്ന് പറയാറില്ലേ? എന്നാൽ ഞാൻ പാതി ഈശ്വരൻ പാതി എന്ന് എവിടെയെങ്കിലും പറയാറുണ്ടോ? എല്ലാം ഒന്നാണെങ്കിൽ അങ്ങനെ മാറ്റി പറയണ്ടേ? എന്താ പറയാത്തത്? ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവികന്മാർ എന്നർത്ഥമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതാ ഉപയോഗിക്കുക. കാരണം എൻ്റെ ഏറ്റവും വലിയ പൂർവികൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ആരിലെത്തും? ഭഗവാനിലെത്തും. ഭഗവാനാണ് എൻ്റെ പിന്നെ അല്ലേ, ഞാൻ അവസാനം എത്തുന്നത് ഭഗവാനിലാണെന്ന് പറയുമല്ലോ നമ്മൾ. അല്ലെ, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലീഡർഷിപ്പ് എന്നൊക്കെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നല്ലപോലെ ചെയ്ത ഒരാൾ അവസാനം എത്തുന്ന സുപ്രീം പേഴ്സണാലിറ്റിയില്ലേ, അല്ലേ? ആ സുപ്രീം പേഴ്സണാലിറ്റി ആണ് ഭഗവാൻ. പക്ഷെ എൻ്റെ പിതാമഹൻ സുപ്രീം പേഴ്സണാലിറ്റി അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം ഭഗവാൻ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സായിബാബയെ ഭഗവാൻ സായിബാബ എന്ന് പറയുന്നത്? ആ ഒരു മനുഷ്യൻ ഏതവസ്ഥയിലേക്ക് മാറി? ഭഗവാന്റെ അവസ്ഥയിലേക്ക് മാറി. ഇപ്പൊ സത്യസായി ബാബ ശ്രീഡി സായിബാബ എന്ന ഭഗവാനിലേക്ക് ലയിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ശ്രീഡി സായിബാബയുടെ പുനർജന്മമാണ് എന്ന് പറയുമ്പോൾ എന്താ? ശ്രീഡി എന്ന് പറഞ്ഞ സ്ഥലം, ശ്രീഡി സായിബാബയുടെ പുനർജന്മമാണ് ഞാൻ എന്ന് പറയുമ്പോൾ സത്യസായി ബാബ എവിടത്തേക്ക് എത്തി? ഭഗവാനിലേക്ക് എത്തി. പക്ഷെ അദ്ദേഹം ഈശ്വരനല്ല. ഈശ്വരൻ പരമശിവനാണ്. ഇവരൊക്കെ ഈശ്വരന്മാരുടെ ഭക്തന്മാരാണ്. അപ്പൊ ഈ ദേവതാ മൂർത്തി എന്ന് പറയുന്നത്, മൂർത്തി എന്ന് പറയുന്നത് ഏത് സങ്കല്പത്തിലാണോ നമ്മൾ പ്രതിഷ്ഠ നടത്തിയിട്ട് കൊടുക്കുന്നത് അത് മൂർത്തിയായി. ഇപ്പൊ ഒരു നേരത്തെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടൊരു കല്ലിനെ ശങ്കരൻ എന്ന് പറയുന്ന ശിവനാക്കി മാറ്റാന്ന് വിചാരിക്കാം, അത് മൂർത്തിയാണ്, മൂർത്തിഭാവമാണ്. ഈ പ്രതിഷ്ഠയെ പറ്റി അർച്ചകസ്യ പ്രഭാവേന ശിലോ ഭവതി ശങ്കരഭാവം. അർച്ചകൻ അർച്ചന ചെയ്തുണ്ടാക്കിയെടുക്കുന്ന ഒരു കല്ലിനെ മാറ്റുന്നതാണ് ശങ്കരനാവുന്നത്, ഭഗവാൻ ശിവനാവുന്നത്. അനർച്ചകസ്യ അപ്രഭാവേന ശങ്കരോ ഭവതി ശിലഹ. ആചാരങ്ങളും പൂജകളും ഒന്നും നടക്കാതെ, മന്ത്രങ്ങളൊന്നും ചെല്ലാതെ, അഭിഷേകം നടത്താതെ ഒരു ഭഗവാന്റെ പ്രതിഷ്ഠ കുറേ കാലം നിന്നാൽ അതെന്തായി മാറും? കല്ലായിട്ട് മാറും. അർച്ചകസ്യ പ്രഭാവേന ശിലോ ഭവതി ശങ്കരഹ, അനർച്ചകസ്യ അപ്രഭാവേന പ്രഭ പോവും, തിരിച്ചു പോകും. തിരിച്ചു. അതുകൊണ്ട് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം എനർജി നിൽക്കുന്നതാണ്. ഈ മൂർത്തി സങ്കല്പത്തെ പറ്റി എനിക്കുള്ള ഒരു ധാരണ ഞാനൊന്ന് ഷെയർ ചെയ്യും. അതായത് നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ട് മുതലേ മൂർത്തി പ്രതിഷ്ഠകളുണ്ട്, അല്ലെങ്കിൽ മച്ചിലെ ആരാധനാമൂർത്തി. ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗോവിന്ദൻകുട്ടി അല്ലെങ്കിൽ സതീഷ് അല്ലെങ്കിൽ ഡോക്ടർ TPS എന്ന ആൾ, നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഉള്ളിലെ മെറിറ്റ്സ്, നമുക്കുള്ള സ്പെഷ്യാലിറ്റീസ്, ഇതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ പുറത്ത് മറ്റൊരു കല്ലിലോ മരത്തിലോ ഒരു സങ്കല്പത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയും അതിന് ജീവൻ കൊടുക്കുകയും അതിനെ നമ്മൾ എല്ലാ ദിവസവും ആരാധിക്കുകയും, അങ്ങനെ ആരാധിക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിലെ ഞാൻ തന്നെ കണ്ടെത്തിയ മെറിറ്റ്സും പോസിറ്റീവ്സും എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റീസും എനിക്കുണ്ടെങ്കിൽ
അത് പോളിഷ് ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെയാണ് നമുക്ക് ഈ മൂർത്തി പ്രതിഷ്ഠ എന്ന് പറയാൻ പറ്റും. മൂർത്തിമത് ഭാവം എന്ന് പറയുന്നൊരു ഭാവം പറയാം. മൂർത്തിമത്ത് ഭാവം, മൂർത്തിയുടെ അങ്ങേയറ്റത്തുള്ള ഭാവം. ഓരോ പൂജാരിയും ഓരോ ദിവസം ചെയ്യുന്നത് ആ ഭാവത്തോടു കൂടിയാണ്. ഈ പറഞ്ഞിട്ടുള്ള പ്രതിഷ്ഠ ഞാൻ ഒരു വ്യക്തിയല്ല. ഇപ്പം രാവിലെ കതകടച്ചിട്ട് ഈ ഗർഭഗുടി കതകടച്ച് രാത്രി അദ്ദേഹം പോവുമല്ലോ, വിളക്കൊക്കെ അണച്ചിട്ടല്ലേ പോണേ, ഭഗവാനെ ഉറക്കിയിട്ട് പോണു. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അയാൾ തുറന്നു കഴിഞ്ഞ് വിളക്ക് വെക്കുന്നതിന് മുമ്പ് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. ഓക്കെ, ആ മന്ത്രത്തിൽ ഭഗവാനെ ക്ഷണിച്ചു കൊണ്ടുവരികയും ആവാഹിച്ചു കൊണ്ടുവരാണ് അവിടെ വീണ്ടും. എന്നിട്ട് ആരെ പറഞ്ഞു വിടും? അവിടുന്ന് വല്ല പിശാചും ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞു വിടണം. ഇതെല്ലാം നമ്മളോട് തന്നെ, മനുഷ്യന്റെ ശരീരത്തോട് തന്നെ ചെയ്യേണ്ട പ്രക്രിയകളാണ്. അപ്പൊ ഈ എന്നിൽ തോന്നുന്ന നെഗറ്റീവായിട്ടുള്ള അത് പറയാനുള്ള ശക്തി ആർക്ക് വേണം? പൂജാരിക്ക് വേണം. അദ്ദേഹം പറഞ്ഞാലേ നിൽക്കുള്ളൂ. ഇത് സ്വയം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ മൂർത്തി സങ്കല്പങ്ങളെ ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മൾ. അതിന് പക്ഷെ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ വേണ്ടതാണ് പഞ്ചശുദ്ധി, സപ്തശുദ്ധി. പ്രാണാപാന വ്യാനോധാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരച വിപാത്മ ഭൂയാസംഗ സ്വാഹ വാക്മനചക്ഷുശ്രോത്രഘ്രാണജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. എൻ്റെ സങ്കല്പം ശുദ്ധിയാവണം, എൻ്റെ ബുദ്ധി ശുദ്ധമാവണം. ഒരു പൂജാരിക്ക് വേണ്ട കഴിവുകളിൽ ആദ്യം വേണ്ടത് സപ്തശുദ്ധിയാണ്. വാക്ക് ശുദ്ധമാവണം എന്നാണ്. വാക്ക്, ചിന്ത, പ്രവൃത്തി. എൻ്റെ മനസ്സ് ശുദ്ധാവണം, എൻ്റെ ശരീരം ശുദ്ധമാവണം. അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശമേ ശുദ്ധി. എൻ്റെ മജ്ജ പോലും ശുദ്ധമാവണം എന്നാണ്. പ്രാണാപാനം, ഞാൻ പ്രാണനുള്ളിലേക്ക് എടുത്തിട്ട് അപാനവായു പുറത്തു കൊണ്ടുപോകുമ്പോൾ അതുകൂടെ എന്താവണം? ശുദ്ധമാവണം. എന്നുവെച്ചാൽ ഞാൻ ഉള്ളിലെടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉള്ള കണ്ടന്റ് നമ്മൾ പറയല്ലോ, ഓക്സിജൻ കണ്ടന്റ് ആണ് കൂടുതൽ, പുറത്തു വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലും ഉണ്ടാവരുത്. അത്രയും ശരീരശുദ്ധിയുള്ളതാണ്. എടുക്കുന്നതും പുറത്തു വിടുന്നതും പോലും ഈക്വൽ ആവണം എന്നാണ്. സമാനാമേ ശുദ്ധ്യന്ത എന്നാണ്. എന്നുവെച്ചാൽ എൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു ബാഡ് കണ്ടന്റും ഉണ്ടാവരുത്. ഓക്സിജൻ 20% ഞാനിപ്പം എറണാകുളത്ത് നിന്ന് എടുക്കുന്നതെന്ന് വിചാരിക്കാം. എയറിൽ കണ്ടന്റ് 20%. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ട് 0.4% കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ പുറത്ത് വിടുമ്പോൾ അത് 4.04ഉം ഓക്സിജൻ 16% ആവും. അതുപോലും ആവരുത് നല്ല പൂജാരിക്ക്. അങ്ങനെ ആരെയും കാണിച്ചു തരാൻ പറ്റും? അതുകൊണ്ടാണ് ഊതുമ്പോൾ ഫയറൊക്കെ വരുന്നത്. കാരണം ഓക്സിജൻ കണ്ടന്റ് കൂടുതലുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഓക്സിജൻ കൊടുക്കാൻ പറ്റിയാൽ ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഫയർ ഉണ്ടാവും. മനസ്സിലാവുന്നു? അങ്ങനെയുള്ളൊരു പൂജാരി വിളിച്ചാൽ ആര് വരും? ഈ പറയുന്ന സ്പിരിച്വൽ, ഞാൻ പറഞ്ഞു, ഈ ഭഗവാനെ ആവാഹിച്ചെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. വിളക്ക് തെളിയിച്ചു വെച്ചിട്ട് ആ സാധാരണ വിളക്കിനെ ഞാൻ എന്ത് ചെയ്യും? ഭഗവാനെ അവിടത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഭഗവാൻ വിളിച്ചാൽ വരുന്ന അവസ്ഥയിൽ ആര് പൊങ്ങണം? പൂജാരി. അപ്പൊ പൂജാരിയാണോ വലിയ ആള്, അല്ല ഭഗവാനാണോ? ആഗമാർത്തന്തു ദേവാനാം ഗമനാർത്തന്തു രാക്ഷസാം. ഏ രാക്ഷസ നീ പോടാ, ഏ ഭഗവാൻ അങ്ങ് വാ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരാവണം ഭഗവാനും രാക്ഷസനും. അപ്പൊ പൂജാരിയാണോ കേമൻ, അല്ല ഭഗവാനാണോ? അപ്പൊ പൂജാരി ആരുടെ ലെവലിലേക്ക് മാറും? ഭഗവാന്റെ തല. അതാണ് നേരത്തെ പറഞ്ഞത്, ഈ ഒരു പൂജാരി തന്നെ മൂർത്തിയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പൂജാരിയുടെ കാലിൽ. അതുകൊണ്ടായിരിക്കും ഈ തന്ത്രി മൂർത്തിയുടെ പിതൃസ്ഥാനത്താണ്. മൂർത്തി ഒരു ബാലനാണ്. മക്കളെ വിളിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ ആരാ വരിക? മക്കളല്ലേ വരിക. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും ഭഗവാൻ എന്ന് പറയുന്നവരുടെ ഗാർഡിയനാണ് ആര്? തന്ത്രി. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ആര് കയറണം, ആര് കയറണ്ട, ആര് കാണരുത്, ആര് കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് തന്ത്രിയുടെ അവകാശമാണ്. എൻ്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ കയറരുതെന്ന് ഞാൻ പറഞ്ഞാൽ കയറരുത്. കാരണം എൻ്റെ കുട്ടീനെ സ്ത്രീകൾ കാണണ്ട, ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കുട്ടിയാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്ത് പറയുമ്പോൾ, ഇപ്പം ഞാൻ പ്രതിഷ്ഠിക്കാം, എനിക്ക് എൻ്റെ മൂർത്തിയെ പ്രതിഷ്ഠിക്കാം, എനിക്ക് എൻ്റെ മൂർത്തിയെ പരിപാലിക്കാം, എനിക്ക് എൻ്റെ മൂർത്തിയെ ഉണർത്താം, ഉറക്കാം. അത് എൻ്റെ ഇഷ്ടമാണ്. അത് ഒരു പക്ഷേ ആ മൂർത്തിയുടെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടുന്ന എൻ്റെ ഉള്ളിലെ ക്വാളിറ്റികളെ ഞാൻ സ്ഫുടം ചെയ്തെടുത്ത് പ്രതിഷ്ഠയിലേക്കാക്കി ഞാൻ അതിനെ ആരാധിച്ച് അത് എന്നിലേക്ക് വീണ്ടും ആവാഹിച്ച് അതിനകത്തൊരു കൃത്യമായ ഒരു സർക്കിൾ ഫോം ചെയ്ത് അവിടെ ഒരു എനർജി ഫോം ചെയ്ത് ശക്തീകരിച്ച്
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണിത്. ഈ മൂർത്തിയെ സതീശന് ആരാധിക്കാൻ ചിലപ്പോൾ പറ്റണം എന്നില്ല. ശരിയല്ല? ഇല്ല. ഇപ്പം നമ്മൾ രാമകൃഷ്ണ പരമഹംസരുടെ കഥ പറയും. ദേവിയെ പൂജിക്കാൻ വേണ്ടിയിട്ട് മാലയൊക്കെ ഉണ്ടാക്കി മേടിച്ചിട്ട് ഇപ്പം നമ്മൾ പോവല്ലോ എന്തെങ്കിലും അർപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൊണ്ടുപോയിട്ട് അവസാനം സ്വന്തം കഴുത്തിലിട്ട് നൃത്തം ചെയ്തിട്ട് വരും. അദ്ദേഹം ഭഗവതിയും ഭക്തനും ഒന്നായി കഴിഞ്ഞാൽ ആ ഡിഫറൻസ് പോലും അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല. അങ്ങോട്ട് എന്തിനാണ് ഇങ്ങോട്ട് ഇടാന്നാണ് വിചാരിക്കണം. രാമകൃഷ്ണൻ പരമഹംസരാണ്. എന്തുകൊണ്ടാണ് പരമഹംസൻ എന്ന് പേരിട്ടത്? രാമകൃഷ്ണ പരമഹംസർ, അങ്ങനെ ഒരു പരമഹംസർ വേറെ ആരും ഇല്ല നമുക്ക്. ഹംസം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നർത്ഥം, ലൈറ്റസ്റ്റ്, വെയിറ്റ് ഇല്ലാത്തതിനെയാണ്. അതുകൊണ്ടാണല്ലോ ഹംസത്തിന് വെള്ളത്തിലൊക്കെ പൊങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നത്. പരമമായ ഹംസമാണ്, ദ അൾട്ടിമേറ്റ് ലൈറ്റ് പേഴ്സൺ എന്ന് ഇംഗ്ലീഷിൽ. വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിന്താഭാരങ്ങളില്ലാത്ത അവസ്ഥ, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ ആയതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ എന്ന വെയിറ്റുള്ള ഒരു വ്യക്തി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഈ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയിലുള്ളത് കൊണ്ടാണ് സരസ്വതി ദേവി സ്വന്തമാണ് എന്നുള്ള ബോധം വരുന്നത്, എന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം വരുന്നത്. ആ ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പം ശങ്കരാചാര്യൻ നമുക്ക് നല്ല ബഹുമാനമാണ്. ആ ബോധം എവിടെയോ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചണ്ടാളന്റെ വേഷത്തിലൊക്കെ ഭഗവാൻ വരേണ്ടി വന്നത്. അപ്പം ഈ ഞാൻ എൻ്റെ മൂർത്തിയെ പ്രതിഷ്ഠിച്ച് ഞാൻ അതിൽ നിന്ന് വലിയ ഒരു ലോകം ഭരിക്കുന്ന അല്ലെങ്കിൽ വലിയ സമ്പന്നനായ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാളായി മാറിക്കഴിയുമ്പോൾ ആഗ്രഹങ്ങളില്ല. ഇത് ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അല്ല, ആഗ്രഹം മീൻസ് ഇത് സ്വാഭാവികമായി ഞാൻ അങ്ങനെ ഒരു ലൈറ്റർ വെർഷനിലേക്ക് എൻ്റെ വിഷനും കാര്യങ്ങളും ഒക്കെ മാറിക്കഴിയുമ്പോൾ ലോകത്ത് പലതും എൻ്റെ പിന്നിലേക്ക് അലൈൻഡ് കം. ഇത് കണ്ടിട്ട് സതീശോ അല്ലെങ്കിൽ സന്തോഷോ മറ്റൊരാൾ ഇതേ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന അവസ്ഥയാണോ ഈ ക്ഷേത്രങ്ങളിലേക്ക് തിരക്ക് കൂടുന്നതിന്റെ കാരണം? ആണ്. എല്ലാവരുടെയും ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, കുറെ തരത്തിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വരും. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി, 4 തരത്തിലുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരിക. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞ ആരൊക്കെ വരിക? ആർത്തോ, ദുഃഖമുള്ളവർ വരും. ആർത്തോ എന്ന് പറഞ്ഞാൽ ആർത്തി ഉള്ളപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്വഭാവമാണ് ആർത്തോ, ദുഃഖം. ആർത്തി ഇല്ലാത്തവന് ദുഃഖമില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ്, എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമ്പോഴാണ്, അത് നടക്കാത്തപ്പോഴാണ് ദുഃഖം ഉണ്ടാവുക. ഓക്കെ, ആർത്തോ. ജിജ്ഞാസു, ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഇതുകൊണ്ടൊന്നുമല്ല, ആരൊക്കെ വന്നു എന്ന് കാണാൻ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? എന്തിനാ ഉത്സവത്തിന്റെ സമയത്തൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത്? ആരൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെ വന്നിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. ജിജ്ഞാസു, അറിയാൻ വേണ്ടി പോകുന്ന ഒരാൾക്കാരുണ്ട്. അർത്ഥാർത്ഥി, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഞാൻ ഇന്ന് ഇത്ര സാധനം വിറ്റ് കഴിഞ്ഞാൽ ഇത്ര ഭാഗം ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? വിശ്വാധീശ്വര രൂപയായിരം എനിക്ക് ഈ റൊട്ടിലെങ്ങാൻ കിടന്ന് ആശ്വാസത്തിന് കിട്ടുമെങ്കിൽ ഏകാം അതിൻ പാതി ഞാൻ. ദൈവത്തിന് പക്ഷെ ഭഗവാൻ അറിയാം പറ്റിക്കൽ പ്രസ്ഥാനം, അതുകൊണ്ട് ഭഗവാനോട് അടുത്ത ലൈൻ എന്താ പറഞ്ഞത്? വിശ്വാസം കുറവായെങ്കിലോ തിരുവടിക്കുള്ളൊരു പങ്കിച്ഛായോഗ്യമെടുത്ത് ബാക്കി തരണേ, പിന്നെന്ത് പേടിക്കുവാൻ. ഇത്തരം കള്ളന്മാരുള്ള ലോകാണെന്ന് കൃത്യമായിട്ട് അല്ലേ കവികൾക്കറിയാം. അപ്പൊ ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി, കാര്യം കാണാൻ മാത്രം പോകുന്നവരുണ്ട് അല്ലേ? എനിക്കറിയില്ല ജനുവരി 1-ാം തീയതി എന്തിനാ ഭഗവാന്റെ അടുത്ത് പോകണമെന്ന്. ഭഗവാന് ജനുവരി 1 ഉണ്ടോ? ഞായറാഴ്ചകളും ക്രിസ്തുമസിലുമാണ് ഏറ്റവും തിരക്കുണ്ടാവും, ഹോളിഡേയ്സിലാണ്. August 15 എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഇതൊന്നും ഒരു ബന്ധമില്ലാത്ത, കലണ്ടറുമായി ആത്മീയത ഒരു അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് കലണ്ടറുമായിട്ട് ബന്ധമില്ല. അതേ സമയത്ത് നമ്മുടെ നക്ഷത്രങ്ങളും പ്രകൃതിയും സൂര്യനും ചന്ദ്രനും ഒക്കെയുള്ള അഷ്ടമി രോഹിണി കൂടെ വന്നാൽ 3 കലണ്ടർ നല്ലതാണ്. ഈ പ്രതിഷ്ഠയായിട്ട് കഴിഞ്ഞില്ല, ഒന്നുകൂടി ഉണ്ട്. അർത്ഥാർത്ഥി ജ്ഞാനി, അവരങ്ങോട്ട് പോവാറേ ഇല്ല. വിഗ്രഹം സ്വൽപബുദ്ധീനാം സർവത്ര വിധിതാത്മനാം എന്നാണ്. അഗ്നിർദേവോ ദ്വിജാതീനാം, അഗ്നിയിൽ വിളക്ക് തെളിയിച്ചാലേ പൂജ തുടങ്ങുള്ളൂ. ആരാ പറഞ്ഞ വിളക്ക് തെളിയിക്കണം അല്ലേ? ഇപ്പൊ ഇന്നലെ ഞാൻ സെന്റ് ആന്റണീസ് സ്കൂൾ കോട്ടയത്താണ്. ഓക്കെ, അപ്പൊ വിളക്ക് തെളിയിച്ചിട്ടാണ്, വിളക്ക് കത്തിച്ചിട്ടെന്നാ പറയുന്നത്. നമ്മൾ കത്തിക്കരുത്, തെളിയിക്കാനേ പാടുള്ളൂ. ഓക്കെ, അല്ല അത് പഞ്ചഭൂതങ്ങൾ. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രോഗ്രാം മുതൽ നല്ല ചൂടുള്ള കാലത്ത് വിളക്കും കൂടി തെളിയിച്ചിട്ട് ഇതിനെ ചൂടുണ്ടാക്കണേ. ഓരോ ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കാം. അങ്ങനെ തുടങ്ങിക്കൂടെ നമുക്കൊരു പരിപാടി ഇല്ലേ? പഞ്ചഭൂതങ്ങളിൽ ഒന്നാണല്ലോ. അപ്പൊ വിളക്ക് എന്തിനാ തെളിയിക്കുന്നത്? ശുദ്ധമാക്കാനുള്ള ഒരു ഭാഗമാണ്, ഏറ്റവും നല്ല ശുദ്ധമാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ പൂജാരിക്ക് ശുദ്ധമാവണമെങ്കിൽ സാന്നിധ്യത്തിൽ എന്ത് വേണം? അഗ്നിർദേവോ ദ്വിജാതീനാം, ഒരു മഹർഷിമാരും ക്ഷേത്രത്തിൽ പോയി തൊഴാറില്ല എന്നാണ്. വിഗ്രഹം സ്വൽപബുദ്ധീനാം, തൊഴാൻ പോകുന്നവരൊക്കെ സ്വൽപബുദ്ധികളാണ്.
മുനീനാം ഹൃദിദേവതം, മഹർഷിമാരും ഹൃദയത്തിനുള്ളിൽ, ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ കൊണ്ടു നടക്കുന്നവരാണ്, സ്വയം മൂർത്തികളായ അവരാണ്. അവർ പിന്നെ ഒരു കല്ല് വെച്ച് മൂർത്തി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഉണ്ടാക്കുന്നത് വേറൊരാൾ വന്ന് തൊടാനാണ്. മനസ്സിലാവുണ്ടോ? എൻ്റെ അച്ഛൻ്റെ പടം ഞാൻ വീട്ടിൽ വെക്കുന്നത് എനിക്ക് അച്ഛനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മക്കൾക്ക് ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ മുത്തശ്ശനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താനാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സിലത് പതിയില്ലല്ലോ. എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ്റെ പടം നന്നായിട്ടുണ്ട്. ഞാൻ വിളക്ക് തെളിയിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടേ അല്ല. ഞാൻ മാനസ പൂജ എന്ന് പറഞ്ഞൊരു പൂജ ഒമാനിൽ 2000 പോയ സമയത്ത്, 26 വർഷം പോയ സമയത്ത് കുറേ പേർക്ക് പൂജ പഠിക്കണം എന്ന് പറഞ്ഞു. എവിടെ പൂ കിട്ടുക? തുളസി എവിടെ കിട്ടുക? ഒമാനിലല്ലേ? തുളസി കിട്ടുമോ? പൂ കിട്ടുമോ? കതിര് കിട്ടുമോ? എണ്ണ, വിളക്ക്, ഞങ്ങളൊന്നും വേണ്ട, എല്ലാവരും കണ്ണടച്ചിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് സങ്കല്പത്തിന് മുമ്പിൽ വിളക്ക് തെളിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. കണ്ണടച്ച വിളക്ക് തെളിയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുമില്ലയോ? അത് തൂങ്ങിയിട്ടിരിക്കുന്ന വിളക്കാണോ, കത്തുന്ന വിളക്കാണോ, തെളിയുന്ന വിളക്കാണോ, ഒറ്റ നാളുള്ളതാണോ, ഒന്നും നിങ്ങൾ തീരുമാനിക്കണ്ട. അത് കണ്ടോളൂ മനസ്സിൽ. കംപ്ലീറ്റ് പൂജ, മാനസ പൂജ ചെയ്ത് പഠിപ്പിച്ചു 10-200 പേരെ. ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ സങ്കല്പമാണ്. ആ സങ്കല്പം എന്ന് പറയുന്നത് എനിക്ക് തീരുമാനിക്കാൻ എന്ത് വേണം. 10-26 വർഷം മുമ്പ് സങ്കല്പ പൂജ പഠിപ്പിച്ച ആളാണ്. അപ്പം അമ്പലമായാലും പള്ളിയായാലും മുസ്ലിം പള്ളി ആയാലും എല്ലാം സങ്കല്പം. ജൈന, ഇത് മനുഷ്യന് സംഗമിക്കാനും പരസ്പരം കാണാനും പെരുമാറുവാനും എന്നുള്ള ഇടത്തിനപ്പുറത്തേക്ക് റിലീജിയസ്, റിലീജിയൻ കൂട്ടിച്ചേരാൻ വേണ്ടിയിട്ട്, ഒരേ ആവശ്യത്തിന് വേണ്ടി കൂട്ടിച്ചേരാനും ആ കൂട്ടിച്ചേരലിലൂടെ സൗഹൃദവും ജീവിതവും നന്നാക്കാനും ഒക്കെ വേണ്ടിയിട്ട്, സന്തോഷിക്കാനും, അടിപിടി കൂടാനല്ല. ഇപ്പൊ അതാ ഇന്നലെ എങ്ങാണ്ട് ഒരു ന്യൂസ് കണ്ടു, ഏതൊരു സ്ഥലത്ത് പാട്ട് പാടുവോ എന്തോ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യോ ചെയ്ത് കമ്മിറ്റിക്കാരും പാട്ട് പാടാൻ വന്നവരോ അല്ലെങ്കിൽ ചണ്ട കൊട്ടാൻ വന്നവരോ ഒക്കെ അടിയാണ്. എന്നിട്ട് പോലീസ് അടിച്ച് എല്ലാവരെയും കൂടി തീർത്ത് അവസാനം സെറ്റിൽമെന്റ് ആയി. എന്നിട്ട് പിന്നെ രണ്ടാമത് തുടങ്ങി. ഇത് പക്ഷെ നമ്മൾ ഈ ഇപ്പോൾ സ്പിരിച്വൽ ആവേണ്ടതുള്ളിലേക്കാണ് എന്നൊക്കെ നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഭാരതം എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പത്തിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്പിരിച്വൽ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഹൈറ്റ്സ് വളരെ വലുതാണെന്ന് പറയുമ്പോൾ, നമ്മൾ പണ്ട് ഇതേലത്തെ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നോ, ഇനി നമ്മളൊരവസ്ഥയിലേക്ക് സഞ്ചരിക്കുമോ? ഇങ്ങനൊരവസ്ഥ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ച ഈ എപ്പിസോഡ് ഒരുപാട് പേര് കാണുമോ എന്ന് തന്നെ പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ സംസാരിച്ച വിഷയത്തിൻ്റെ തലം ഇത്തിരി മുകളിലാണ്. കുറേ പേർക്ക് നമ്മളെ പൊട്ടന്മാരും, നമ്മൾ കേരളത്തിൽ എല്ലാവരും എന്നെക്കാളും മുകളിലാണ് ബാക്കിയുള്ളവരെന്ന് എൻ്റെ ധാരണ. അല്ല, അതാണ് ഞാൻ എല്ലാ കാര്യത്തിലുമല്ല, ഞാൻ ഈ സ്പിരിച്വാലിറ്റിയിൽ ക്ഷേത്രങ്ങളായാലും പ്രാർത്ഥനയായാലും ഉള്ളിലേക്കുള്ള യാത്രയായാലും മൂർത്തി പ്രതിഷ്ഠയായാലും നമ്മൾ പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥനയായാലും ഒക്കെ തന്നെ ഈ ഒരു തലത്തിലേക്ക് നിരീക്ഷിക്കുന്ന ഒരു തലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം മുൻപുണ്ടായിരുന്നോ, നമ്മൾ അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്തെങ്കിലും എത്തപ്പെടുക എന്നുള്ളത് അപ്രാപ്യമായ ഒരു കാര്യമാണോ? എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി? ഇപ്പം ഞാൻ പലപ്പോഴും ഇന്റർ റിലീജിയസ് മീറ്റുകളൊക്കെ നടക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസിലൊക്കെ ഈ കോവിഡ് കാലത്തൊക്കെയാണ് എൻ്റെ ആ ഭാഗത്തുള്ള ഇൻട്രൊഡക്ഷൻ കുറേ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ബുദ്ധിസത്തിൻ്റെയൊക്കെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീത ബുദ്ധൻ വായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിസം തുടങ്ങില്ലായിരുന്നു. കാരണം കൃഷ്ണന് ശേഷമാണ് ബുദ്ധൻ വന്നത്. അവരുടെ ഇൻകാർണേഷനിൽ ബുദ്ധൻ പെടുത്തിയിട്ടുണ്ട്. 10ാമത്തെ അവതാരം ബുദ്ധനാണെന്നാണ് ടിബറ്റുകാരുടെ ബുദ്ധിസ്റ്റുകളുടെയൊക്കെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് അദ്ദേഹം എന്ന് ചോദ്യം വരും. ഇപ്പം നമ്മുടെ രാമകൃഷ്ണ മഠം അടുത്ത കാലത്ത് ഏതോ ഒരു ചർച്ചയിൽ ആരോ അബദ്ധം പറഞ്ഞിട്ടുണ്ട്. രാമകൃഷ്ണ മഠത്തിൽ ക്രിസ്തുദേവൻ്റെയൊക്കെ പൂജ നടക്കാറുണ്ട്, മെഴുകുതിരി കൊണ്ട് ആരതിയൊക്കെ ഒഴിയാറുണ്ട്. രാമകൃഷ്ണ മഠം വേറൊരു റിലീജിയൻ ആവണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ സുപ്രീം കോർട്ട് ഓർഡർ കൊടുത്തതാണ്. അത് പറ്റില്ല, കാരണം നിങ്ങൾ ഹിന്ദുയിസത്തിൻ്റെ ആൾക്കാരാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ മോങ്ക് ആണ് വിവേകാനന്ദ സ്വാമികൾ. ഇത് എന്ന് നടന്ന കഥയാണ്. 1985 അങ്ങാണ്ടാണ് ഓർഡർ എന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് എനിക്ക് ഓർഡർ ഓർമ്മയില്ല, ആർക്കും വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഈ ന്യൂനപക്ഷങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് എല്ലാ രാമകൃഷ്ണ മഠത്തിലും അത് മഠമാണ്, ആരാധനാലയമോ അല്ലെങ്കിൽ പൂജ നടക്കുന്ന വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള ക്ഷേത്രമല്ല. അതുകൊണ്ട് അവിടെ എന്തും ആവാം. അവിടെ ക്രിസ്ത്യൻ, മുസ്ലിം, ജൈൻ, ബുദ്ധ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ അവിടെ പഠിപ്പിച്ച ആളാണ് കുറേ വർഷം. ഹൈദരാബാദിൽ രാമകൃഷ്ണ മഠത്തിൽ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്ത ആളാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ബാക്കിൽ ഈ സിമ്പലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചിട്ട് ക്ഷേത്രത്തിൽ നാളെ കുരിശ് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ മാറ്റങ്ങൾ മഠത്തിൽ തുടങ്ങി. അവർ ഒരു റിലീജിയനായിട്ട് മാറണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തു. പക്ഷെ സമ്മതിച്ചിട്ടില്ല. ആര്യസമാജം സെപ്പറേറ്റ് ആയിട്ട് സമ്മതിച്ചു.
ഓരോരോ സമാജങ്ങളും ഇങ്ങനെ മാറി. ബുദ്ധൻ വന്നു, അങ്ങനെ കുറേ ഹിന്ദു ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറി, കുറേ രാജാക്കന്മാർ മാറി. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യർ വന്നിട്ട് ആരെയും കുറ്റം പറയാതെ ഹിന്ദുയിസത്തിനെ മാത്രം പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവരൊക്കെ വിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. പഴയ ക്ഷേത്രങ്ങളൊക്കെ തിരിച്ച് രണ്ടാമതും ബുദ്ധക്ഷേത്രങ്ങളായി മാറിയതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് പിടിച്ചു എന്നാ പറയാ. പിടിച്ചിട്ടേ ഇല്ല, സ്വന്തം മാറിയതാണ്. പഴയ മൂടി വെച്ച വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചു, പൂജാവിധികളൊക്കെ തുടങ്ങി. നാളെ മാറുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഇപ്പൊ കുറേ സായിബാബയാണ് ഭക്തൻ എന്ന് വിചാരിച്ചു. ഞാൻ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ പണ്ട് ദേവിയും കൃഷ്ണനും ഒക്കെ ഭജിച്ചിരുന്നതൊക്കെ മാറ്റിയിട്ട് ബാബയുടെ പടം വെച്ചിട്ടുള്ള കുറേ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഭഗവാനായി മാറിയിട്ടുള്ളതാണോ? ഈശ്വരൻ തന്നെയാണ്. അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരേ കളറിൽ ഒരേ ഡ്രൈവർ ഒരേ കണ്ടക്ടർ കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിലൊരു കാലത്ത് ഫ്രണ്ടിൽ എഴുതുമല്ലോ, ഈ ബസ്സിൻ്റെ ഐശ്വര്യം കൊടുങ്ങല്ലൂർ അമ്മയാണ് എന്ന് എഴുതിയിട്ടുള്ള ബോർഡുണ്ട്. അതേ ബസ്സിൽ ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ വേറൊരു അമ്മയുടെ പടം വെച്ചിട്ട് ഈ ബസ്സിൻ്റെ ഐശ്വര്യം ഡാഷ് 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 അമ്മയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ചോദ്യം, ഞാനൊരു കവിത എഴുതിയത് പണ്ട് ഒരു 10-20 വർഷം മുമ്പ് എഴുതിയ കവിതയാണ്. ഇത് പറഞ്ഞപ്പോൾ കോണ്ടെക്സ്റ്റിൽ ഓർമ്മ വന്ന എൻ്റെ ചോദ്യം, കൊടുങ്ങല്ലൂർ അമ്മയെ നിങ്ങൾ ഏത് ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു, മറ്റേ അമ്മയെ ഏത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റി എന്നാണ് എൻ്റെ കവിതയുടെ അവസാനം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഓരോ കാലം മാറുമ്പോൾ ചിലരെയൊക്കെ നമ്മൾ കൊണ്ടിടും, മറ്റൊക്കെ അങ്ങനെ പുറത്തു വിടും, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഡിങ്കോയിസം കേട്ടിട്ടില്ലേ? ഡിങ്കോയിസം. തീർച്ചയായിട്ടും ഡിങ്കനെ ആരാധിക്കുന്നവർ, അവരുടെ മൂർത്തി എന്ന് പറയുന്നത് അവർ എല്ലാവരും ഇപ്പൊ എന്തിനാ എല്ലാവരും കാവ്യ വസ്ത്രം ഇടുന്നത്? അവർ പറയുന്നത് നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള ജെട്ടി ഇടണം പറഞ്ഞൂടെ. അതിൽ മിനിമം നിങ്ങൾ പൂജ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? മിനിമം ഇത്ര ബോർഡ് ഗെയിംസ് പഠിക്കണം. അങ്ങനെ ആയിക്കൂടെ? ഇപ്പൊ നിങ്ങൾ എന്തിനാ ഈ ശർക്കര പായസം മാത്രം കൊടുക്കുന്ന? കൊക്കക്കോളയും പിസയും കൊടുത്തൂടെ അമ്പലത്തില്? ഹൂ കൻ സേ നോ? അന്നുണ്ടായിരുന്ന ഭക്ഷണമാണ് അവർ കൊടുത്തത്, അന്നുണ്ടായിരുന്ന ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാറ്റാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ സങ്കല്പമാണ്. അവിടെ പോണോ വേണ്ടോ നിങ്ങൾ തീരുമാനിച്ചോളൂ. നമ്മൾ മഞ്ചൊക്കെ പ്രസാദമായിട്ട് കൊടുക്കുന്ന അമ്പലങ്ങളുണ്ടല്ലോ. ഓ ഉണ്ട്. മഞ്ചൂരിയ അല്ല മഞ്ചൂരിയ, കട്ട്ലറ്റ്, അത് കേട്ടില്ലേ? പണ്ടൊരു നമ്മുടെ ആളുടെ പേര് പറയുന്നില്ല, ഒരു ഹിന്ദു ആയിരിക്കുന്ന സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു നേതാവ്. ആ നേതാവിൻ്റെ കൂടെ ഒരു മുസ്ലിമും കൂടി പോയി. അയാൾ പറഞ്ഞു, ആരോട് പറയരുത് ഞാൻ മുസ്ലിമാണ്, പക്ഷെ വേഷം ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം പോയിട്ടെന്ന് വെച്ചാൽ മകൻ്റെ പേര് പറഞ്ഞിട്ട് പിന്നെ പാൽപ്പായസം എന്ന് പറയുമല്ലോ അല്ലേ? ഇപ്പം എൻ്റെ ശശി പാൽപ്പായസം, ഗോവിന്ദൻകുട്ടി ശർക്കര പായസം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്ത് പറഞ്ഞാൽ അബൂബക്കർ ചിക്കൻ ബിരിയാണിയാണ്. ഇയാളുടെ വിചാരം ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പറയാതുള്ളതാണ്. അതുപോലെ ആയിക്കൂടെ? എന്തായാലും ഇന്നൊരു വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നന്ദി TPS.